ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു RK ക്ലാസ്സസ്. മക്കളെ +2 റിസൾട്ട് വന്നു. എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് ചിലർക്കൊന്നും കിട്ടിയില്ല. ഫുൾ A+ ഒക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നോ രണ്ടോ സബ്ജക്റ്റുകൾക്ക് A+ നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സാർ ഞങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് റീവാലുവേഷൻ കൊടുക്കാം, ഞങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാം, എന്നാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം തുടങ്ങുക, എന്നാണ് അപേക്ഷിക്കാനുള്ള ഡേറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഉണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചാനൽ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നുകൊണ്ടിരിക്കും. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. മക്കളെ, നമ്മളെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് അപേക്ഷിക്കാനുള്ള ഡേറ്റ് ഈ മാസം 23 മുതൽ 27 വരെയാണ്. ഫൈനോടുകൂടി 29-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. എക്സാം നടക്കുന്നത് ജൂണിലാണ്. ജൂൺ 23 മുതൽ 27 വരെ. അതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര സബ്ജക്റ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു സബ്ജക്റ്റ് മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ, ഒറ്റ സബ്ജക്റ്റ്. ഓക്കെ, റീവാലുവേഷൻ ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകൾ റീവാലുവേഷൻ കൊടുക്കാൻ പറ്റില്ല. കാരണം അത് ഡബിൾ വാലുവേഷൻ കഴിഞ്ഞ് വരുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് അവർക്ക് റീവാലുവേഷനില്ല. അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആ സബ്ജക്റ്റുകൾക്ക് നമുക്ക് ഫോട്ടോ കോപ്പി മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഓർമ്മിക്കുക, 3 സബ്ജക്റ്റ് ഒന്നും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു സബ്ജക്റ്റ് മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇമ്പ്രൂവ്മെൻറ്റ് ഫീസ് 500 റുപ്പീസ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.